അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കാര്യങ്ങൾ വഷളായിട്ടൊന്നുമില്ല. ചിലരുടെ ആഗ്രഹങ്ങൾ അവർ ഫ്ലക്സിലൂടെ പ്രദർശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ ആ പ്രകടനം കൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫ്ലക്സുകൾ കൊണ്ടും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഫ്ലക്സിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടോ ജാഥകൾ കൂടിയത് കൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാണെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. അത് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാവുന്നതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അത് എടുക്കാൻ വിട്ടുപോയതായിരിക്കും. ഞാൻ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പരസ്യമായിട്ട് പറയില്ല. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ വികാരം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ജനങ്ങൾ പറഞ്ഞ കാര്യം അത് ഞാൻ അവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഫ്ലക്സ് വെച്ചത് കൊണ്ടോ ജാഥ നടത്തിയത് കൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്താണ് KPC പ്രസിഡന്റാണ്, എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? MLA-മാരുടെ നമ്പേഴ്സ് ആണോ, സീനിയോറിറ്റി ആണോ, ജനപിന്തുണയാണോ, എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെന്റ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെന്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരായി.